ഈ ഒരു സായത്തിൻ്റെ വിജയം ഇക്ക നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭയങ്കരമായ ധൈര്യവും അതിലുപരി ഇക്കയുടെ ജീവിതത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്ന വലുത് തന്നെയാണ്. കാര്യം മാതാപിതാക്കളുടെ പ്രാർത്ഥന, കാര്യം ഏറ്റവും കൂടുതൽ ഇതെല്ലാം കിട്ടണമെങ്കിൽ ഒരു നല്ല ഒരു വേറെ ഒന്നും വന്നൊരു കാര്യമില്ല, നല്ല ഫാമിലിയിൽ ജനിക്കണമെന്ന്. കാരണം അത് ഇക്കയുടെ ഉപ്പായും ഉമ്മാടെയും പ്രാർത്ഥന ഇക്കാക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. അത് മൂത്ത മകനും അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് സഹോദരങ്ങളെ പോലും സ്നേഹിച്ച് സഹോദരങ്ങളെയും കൊണ്ടുവന്ന ഒരു വലിയ മനസ്സ്. പക്ഷെ ഇക്കാടെ ജീവിതത്തിൽ എത്രത്തോളം എത്തുന്നതിലേക്ക് വാപ്പ പറഞ്ഞു തന്ന ഉപദേശം എന്തായിരുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാടെ ഇത്രത്തോളം ഒരു സക്സസ് ആവണമെങ്കിൽ ഇല്ല, എനിക്ക് ആരും ഉപദേശം കിട്ടിയിട്ടില്ല ബിസിനസ്സിലും. അല്ല, ഒരു ജീവിതത്തിന്റെ ഒരു ശൈലിക്ക് മോനെ എങ്ങനെ ആവണം ഇങ്ങനെ ഇല്ല. ഉപ്പാന്റെ ഉപദേശം കിട്ടാൻ ഉപ്പ നാട്ടിലുണ്ടായില്ല, കാരണം ഗൾഫിലായിരുന്നല്ലോ. കാരണം അന്ന് ഉമ്മായിരുന്നു. ഉമ്മ എപ്പോഴും ഉപദേശിക്കും. ഉമ്മാന്റെ ശിക്ഷണം അന്ന് വാപ്പ നാട്ടില്, വാപ്പ ഗൾഫിലും, ഉമ്മ കുടുംബങ്ങളെ നോക്കി മക്കളെല്ലാം നോക്കി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉമ്മ ശാസിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്നത് ഉമ്മ തന്നെ. ഉപ്പാന്റെ സ്നേഹം മാത്രമേ, സ്നേഹം എന്ന് പറഞ്ഞാൽ ഉപ്പ സ്നേഹിക്കാൻ സമയം കിട്ടില്ല. കാരണം ഉപ്പ 2-3 മാസം നിൽക്കും. അപ്പൊ നമ്മള് അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ ഉപ്പ സ്നേഹക്കുറവൊന്നും ഉപ്പ സ്നേഹിച്ച് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പിന്നെ ഇവിടുന്ന് ഉപ്പ നാട്ടിൽ പോയി നിന്നേരെ പിന്നെ നമ്മൾ ഉപ്പയായിട്ട് അടുക്കുന്നത് ഇവിടെ വന്നേരെയാണ് ഉപ്പാന്റെ സ്നേഹം കിട്ടി. ഞാൻ ഇക്കടെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ ഇക്കടെ ഫാമിലി, വൈഫ്, മക്കള്, അതൊന്ന് പറയാമോ? മക്കള് ഇവിടെയുള്ള വൈഫ് വടകരയാണോ? മക്കൾ എത്ര പേര്? 4 പേര്. മൂത്താള് നാട്ടിലുള്ള പേര് ജവാദ്. പഠിക്കുന്നു. രണ്ടാമത്തെ ഇവിടെയുള്ള ജുനൈദ്, മകൻ. 3 ആണും 1 പെണ്ണ്, ഇളയത് പെണ്ണ്. മൂന്നാമത്തെ മോന്റെ പേര് നിഹാൽ. ഇവിടെ പഠിക്കുന്ന ഇവിടെ പഠിക്കുന്നു. 3 കുട്ടികളും ഇവിടെ പഠിക്കും. 3 ആൾ പഠിക്കുന്നു. ഒരാൾ പിന്നെ ഉപ്പാനും ഉമ്മാനെയും വിട്ട് വരില്ല. മൂത്ത ആള് ഉപ്പാനും ഉമ്മാനെ, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ വിട്ടിട്ട് വരുന്നില്ല. ഇനിയുള്ള സ്വപ്നം എന്താണ്? സ്വപ്നം ഓരോ മനുഷ്യനുണ്ട്, സ്വപ്നം കാണാറുണ്ടല്ലോ. ഇനിയുള്ള ഒരു സ്വപ്നം എന്താണ്? എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാളും വിഷമമില്ലാത്തൊരു ഇത്. നമ്മളെ നാട്ടിൽ ഒരാൾക്കും ഒരു വിഷമം ഉണ്ടാകും, ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാവരും സന്തോഷത്തിൽ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഇതാണ് എൻ്റെ പല അനുഭവം കൊണ്ടും. കാരണം ഒരാൾ നിങ്ങളെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് ഏതെങ്കിലും രൂപത്തിൽ അതെനിക്ക് ഗുണം ചെയ്യും. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു ഇൻ്റർവ്യൂ, കാരണം ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അഭിമുഖത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. കാരണം ഇക്കാടെ ഈ വിലയേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി സമയം അനുഭവിച്ച് വളരെ നന്ദിയുണ്ട്. ഇക്കാർക്ക് എല്ലാവിധ ആശംസ. ഈ അഭിമുഖം ഇവിടെ പൂർത്തിയാവുകയാണ്. ഒരു വ്യവസായിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നത്. അൽ ഹബാരി ട്രേഡിംഗ് ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജറെ അല്ലെങ്കിൽ MD ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്ന എനിക്ക് ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചു. കാരണം ഒരു വളരെ വലിയ മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളരെ ഓർമ്മയിലൂടെ, കാരണം വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന കാലഘട്ടമാണ്, പലരും മറന്നു പോകുന്ന കാലഘട്ടവും. ഇന്ന് ഈ കാലഘട്ടത്തിൽ കുഞ്ഞു മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ വളരെ വിരളമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന് കണ്ണുനീർ വരുത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ നമ്മൾ കണ്ടതുമാണ്. കാരണം ഇന്ന് അദ്ദേഹത്തിന് ജീവിതത്തിൽ അതൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായും ഓർമ്മകളാണ്. എന്നാലും ഓർമ്മയിൽ അദ്ദേഹത്തിന് ഇന്നും ഓർക്കാൻ സാധിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൽ ഒരു പരിധിവരെ അതൊരു കാരണമായി. തീർച്ചയായും മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ പ്രയാസങ്ങളിൽ ഒപ്പം കൂടുക, ഇതൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത്. പൂർണ്ണമായും കുഞ്ഞു മുഹമ്മദിന് അതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവസ്വാധീനം ഒരുപാട് കാര്യങ്ങളിൽ പങ്കുചേർത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം അനുഭവിച്ച വേദനകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. കാരണം നന്മയാവട്ടെ, നന്മയാണെങ്കിൽ നമുക്ക് നന്മയായിട്ടും തിന്മയാണെങ്കിൽ തിന്മയായിട്ടും നമുക്ക് കിട്ടും. കുഞ്ഞു മുഹമ്മദിൻ്റെ ജീവിതത്തിൽ നന്മയുടെ അംശം മാത്രം. ഏത് ജാതിയുമായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, മനുഷ്യനാണ് വലുതെന്ന് കാണുന്ന ഒരർത്ഥം ഈ എപ്പിസോഡിലൂടെ എനിക്കും നിങ്ങൾക്കും
മനസ്സിലായി കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കുഞ്ഞു മുഹമ്മദിന് പടച്ച തമ്പുരാൻ ഒരുപാട് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആരാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.